Hey guys, welcome to the world of DJs. ഞാൻ ഇന്ന് മുംബൈയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇനിയുള്ള യാത്രകളെല്ലാം മുംബൈയും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോറിങ്ങും എല്ലാം ഉണ്ടാവും. പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ, ജയ്പൂർ ആ സർക്കിളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എന്തായിരുന്നാലും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? അപ്പം നമ്മൾ യാത്ര തിരിക്കാൻ പോകുന്നത് ഞാൻ രതീഷ് ചേട്ടനുണ്ട്, പിന്നെ നമ്മളെ കൊളീഗുണ്ട് അഖില്. നമ്മൾ മുംബൈയിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളെല്ലാരും മുംബൈയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് പോകുന്ന വഴിയിൽ വേറെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാവും. അവിടെ മുംബൈ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 4 ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നെ തിരിച്ച് നമ്മൾ ബാക്കിയുള്ള പ്ലേസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ 3 പേരായിരിക്കും പിന്നെ ഉണ്ടാവുക. എല്ലാ ട്രാവലിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ പുള്ളിക്കാണ്. ഇവരെ നോക്കി വെച്ചോളാം. അപ്പൊ രജിസ്റ്റർ എങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് പറയാം? പ്ലാനിങ് എല്ലാം വിശദമായി പറയാം. ആദ്യം മുംബൈ, ആഗ്ര, ജയ്പൂർ, ജോധാപൂർ, ജയ്പൂർ. എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കയറാം. അപ്പൊ നമ്മൾ ഇന്ന് ട്രെയിനിൽ നമ്മളിപ്പോ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മുംബൈയിലോട്ടാണ് പോകുന്നത്. ഇനി ജയ്പൂർ യാത്രകളും അവിടെ നിന്നുള്ള ബാക്കി കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോയിലെല്ലാം വരുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പം 1-2 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഇനി പോകുമ്പോൾ കൊല്ലത്ത്, പിന്നെ ബാക്കിയുള്ള എറണാകുളം, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കയറും. പിന്നെ നമ്മളെല്ലാം കൂടി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ മുംബൈയിലെത്തും. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പിന്നെ ഓരോ നിങ്ങൾ ഈ പോകുന്ന ട്രാവലിങ്ങിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോസിൽ നമ്മൾ ഇനി ഓരോ പാർട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോസ് വരുന്നത്. ഇപ്പം ഇവിടെ നിന്ന് മുംബൈയിലോട്ട് പോകുന്നതിന്റെ ഒരു പാർട്ടുണ്ടാവും. അപ്പം നമ്മൾ 2 ദിവസമാണ് ടോട്ടൽ യാത്ര വരുന്നത്. അതിൽ ഒരു ദിവസം ഫസ്റ്റ് ദിവസത്തെ യാത്രയുടെ ഒരു ഭാഗമായിട്ടും പിന്നെ രണ്ടാമത്തെ നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. നെറ്റ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. നെറ്റ് സ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിന്റെ രീതിക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായിരുന്നാലും ഇനിയുള്ള കണ്ടിന്യൂസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വരും വ്ളോഗ്സിലെല്ലാം കാണാൻ പറ്റും. നമ്മള് എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. 12 ഫ്രണ്ട്സ് ഒക്കെ കൂടെ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയിലോട്ടാ വരാൻ വേണ്ടിട്ട് പറഞ്ഞത്. എന്തായിരുന്നാലും അവർ ഇവിടെ ഉണ്ടാവും. ഇതിന്റെ കൂട്ടുകാരന്റെ അമ്മ കൊടുത്തുവിട്ട മാങ്ങാച്ചാറും. ആ കൂട്ടുകാരന്റെ പേരെന്ന് പറഞ്ഞത്? കൂട്ടുകാരന്റെ പേര് ശാലു. പിന്നെ ഈ രതീഷ് നമ്മളപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാണ്. നല്ല ഇഡലിയും പിന്നെ ഫ്രൈയൊക്കെ ഉണ്ട്. കുളമാണ്. അല്പം മീന്, ചമ്മന്തി, കരിമീനൊന്ന് തോട്ടിന്ന് പിടിച്ചതാണ്. ഇവിടെ ഇഡലി ചമ്മന്തി നല്ല സൂപ്പറായി. ഇതല്ലേ ജയിക്കണ്ട. ഇഡലി ചമ്മന്തി കഴിച്ചു നല്ല ടേസ്റ്റ്. കഴിച്ചു. ഇഡലിയും ചമ്മന്തി അല്പം കൂടെ മീനും കൂടെ എടുത്തത്. മീന് പിന്നെ അച്ചാറുണ്ട്. ഇതും കൂടെ കഴിച്ചിട്ട് കഴിക്കാം. സൂപ്പർ. സൂപ്പർ. ദേശം മുട്ട, മുട്ടയും ചമ്മന്തിയും അത് ചോറ് കഴിച്ചു കൂട്ടെ. കഴിച്ചു വിരോധമില്ലല്ലോ നിങ്ങൾക്ക്? വിരോധമില്ലല്ലോ നിങ്ങൾക്ക്? കുഴപ്പമില്ല, ചോറ് കഴിക്കട്ടല്ലോ.
ഊണ് പാഴ്സൽ വാങ്ങിച്ചെന്ന് പറയത്തേ ഇല്ല അല്ലേടാ. എന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് വീട്ടിൽ നിന്ന് തനതായ ശൈലിയിൽ ഉണ്ടാക്കിയ ഫുഡ് എന്നാണ് പറയുന്നത്. ഭയങ്കര കലാകാരനാണ്. മീൻകറി ഹേ ഗൈസ്, നമ്മളിപ്പോ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ട്രെയിനിൽ നിന്ന് തന്നെ കുറെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കാണ്ട് പറ്റിയില്ല. പിന്നെ ഇപ്പൊ എന്തായിരുന്നാലും രാത്രിയായി. ഇപ്പം കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം എന്തായിരുന്നാലും നാളെ രാവിലെ തൊട്ട് ബാക്കി നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ കാണിച്ച് ബാക്കി ഓക്കെ. ഗുഡ് നൈറ്റ്. നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് കൊങ്കൺ ഡ്രൈവിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ കാട്ടിനകത്താണ്. ഇത് കൊങ്കൺ ഡ്രൈവ് തുരങ്കത്തിനകത്തൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടോ? ഉൾക്കാട്ടിനകത്തൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ മുംബൈയിലോട്ടൊക്കെ ട്രിവാൻഡ്രം ലോക്നാഥ് എക്സ്പ്രസിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. മുംബൈ ലോക്മാന്യ തിലകമെന്ന ട്രെയിനിലാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിതിപ്പം ഏകദേശം മുംബൈയിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്ന ആ ടൈമില് കൊങ്കൺ ഡ്രൈവ് വരും. അപ്പൊ ഈ കാട്ടിനകത്തൂടെയാണ് ഈ റെയിലിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടില്ലേ ഗൈസ്. അപ്പൊ അതേപോലത്തെ ഒരുപാട് തുരങ്കങ്ങളും ഒരുപാട് ഇതിന് മുന്നേ തന്നെ പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് തുരങ്കങ്ങൾ വരാറുണ്ട്. എല്ലാം നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇതിലൂടെ കയറുമ്പോ വേണം മനോഹരമായിട്ടില്ലേ? അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ. ഇത്ര അടിപൊളി മനോഹരമായ കാഴ്ച ഇതിലൂടെ കാണാൻ പറ്റില്ല. സൂപ്പറായിരുന്നു കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ടൈമിൽ എടുത്ത സമയത്ത് കറക്റ്റ് തന്നെ കിട്ടി. അത് കറക്റ്റ് നമ്മൾ ക്യാമറയിലേക്ക് പോയപ്പോഴത്തേക്ക് ഈ ട്രെയിൻ പോകുന്നതിന്റെ ട്രാക്സ് കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഗുഹയുടെയും ഈ ട്രെയിനിന്റെ നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ടാക്കി ഗ്യാപ്പ്. ആ ഗ്യാപ്പിന്റെ അകത്തൊരു കറക്റ്റ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ ഇതിപ്പോ എങ്ങനെയാണ് ഇത് നമ്മുടെ ഈ ട്രെയിൻ ഇപ്പം പോകുന്നത്? അടുത്ത് എങ്ങനെ ലക്നേരി അല്ലേ? ലക്നേരി അല്ലേ അടുത്ത് പോകുന്ന? ലക്നേരി ഇപ്പൊ എവിടെ എത്തിയാണ്? ഇപ്പൊ എവിടെ എത്തി? ഗൈസ് ഇവിടെ ഒരു അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് ഈ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരിവിടെ നിന്ന് ഇറങ്ങി ഓടുവോ അതിന് നമ്മുടെ ലൊക്കേഷനിൽ എത്തുമോ എന്നുള്ളതാണ് സംശയം. ഗൈസ് നിങ്ങൾ ഇന്നലെ ഫുഡ് കഴിച്ചോ? ഞാൻ രാവിലെ ലേറ്റായിട്ടാണ് എനിക്ക് എന്നിട്ട് ബ്രെഡ് ഓംപ്ലേറ്റും പിന്നെ ജ്യൂസും കൂടെ കുടിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഫുൾ ട്രാവലിംഗ് തന്നെയാണ്. ഇപ്പൊ ഇന്ന് വൈകിട്ടോടെ
എന്തായിരുന്നാലും നമ്മള് കുർളയിൽ ഇറങ്ങും. നമ്മള് വടവകരയിലെത്തൊക്കെയാണ് എടുക്കുന്നത്, പക്ഷെ നമ്മള് കുർളയിൽ ഇറങ്ങും. എന്തായിരുന്നാലും അവിടെ നിന്ന് വാപ്പി എന്നായിരുന്നാലും ഏകദേശം ഇവിടെ വാപ്പിലേക്ക് എത്ര ഉണ്ടാവും? കുർളയിൽ നിന്ന് വാപ്പിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 700 ഉണ്ടാവുമോ? എന്തായിരുന്നാലും ഒരു 300 മണിക്ക് ഉണ്ടാവത്തില്ലേ? ഉണ്ടാവില്ല. Hey guys, welcome to the world of DBS. അപ്പോൾ നമ്മൾ ഇന്ന് രത്നഗിരിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഫുൾ റഷ് ആണ് കേട്ടോ. നമ്മൾ കൊങ്കൺ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം രത്നഗിരി എത്തി. ഇനി കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഉള്ളൂ നമുക്ക് മുമ്പേ ലോക്നഗിരിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും അവിടെ ഇറങ്ങത്തില്ല. നമ്മൾ അവിടെ നിന്ന് കുർളയിൽ കയറിയിട്ട് നമ്മൾ അവിടെ വാപ്പിയിലോട്ട് പോകുന്ന ഒരു ശ്രമത്തിലാണ് നമ്മൾ. നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ എല്ലാം പല ബോഗികളിലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ എന്തായിരുന്നാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം. ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയില് 35 ആണെന്ന് തോന്നുന്നു ഇങ്ങോട്ടുള്ള ടെമ്പറേച്ചർ. രക്ഷയില്ല വെയില്. അപ്പൊ നമ്മളിന്ന് ട്രെയിനിൽ ഇനി പിന്നെ പോയി അവിടെ ഇറങ്ങിയിട്ട് എന്താണ് അവസ്ഥ എന്നോട് മിക്കവാറും ഇന്ന് ചൂട് കൊണ്ട് പൊള്ളേണ്ട അവസ്ഥയെല്ലാം കാണുന്നുണ്ട്. നമ്മള് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ടൊക്കെ പോവാം. എല്ലാവരും നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. കുറെ വർക്കിലോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി അവരെയൊക്കെ ഒന്ന് പോയി കാണണം. ഇവിടെ ഏതൊക്കെ ബോഗിയിലാണ് അവരുള്ളതെന്നുള്ളത് അറിയത്തില്ല. എന്തായിരുന്നാലും കണ്ടിട്ട് വരാം. പാനി sandwich omelette, sandwich bread omelette, sandwich omelette, sandwich bread omelette, sandwich cheese sandwich, എന്നെ വിളിക്കാതെ ബടാപ്പാവ് കഴിച്ചോണ്ടിരിക്കുന്നത് എത്തി കണ്ടോ? നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ കേട്ടോ. സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? ബടാപ്പാവല്ലേ? അവന്റെ പടം ഇറങ്ങുന്നില്ല. ബടാപ്പാവ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ബ്രെഡും തരും, അതിന്റെ കൂടെ ഒരു പടയും. കഴിഞ്ഞിട്ട് ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് താനെയില് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിന് തൊട്ട് മുന്നുള്ള റോഹ എന്നുള്ള സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ. ഇനി അടുത്ത് പൻവേൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ വൈപ്പിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഒന്നിയാ അങ്ങോട്ട് പ്ലാൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും താനെയിലായിരിക്കും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ. അപ്പം എന്തായിരുന്നാലും ഇപ്പം ട്രെയിൻ പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാറ്റ് വന്നിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ്. അവിടെ വീടുകളൊക്കെ ഉണ്ടല്ലേ? ഉൾപ്രദേശം നമ്മൾ മലപ്രദേശം കഴിഞ്ഞിപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കല്ലേ? അതെ അതെ, അത് ആ മല ഉണ്ടോ? ആ മലയുടെ അപ്പുറത്ത് ബീച്ചാണെന്നാണ് പറയുന്നത്.
അത് എനിക്ക് ഗുജറാത്തിന്റെ ബോർഡറിന്റെ സൈഡിലുണ്ട് പിന്നെ ദാന എന്നുള്ള പ്ലേസ് ഉണ്ട്. ആ ദാനയിലോട്ട് പോയിട്ട് കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മുടെ ഇപ്പൊ ഗോവ സെറ്റപ്പ് ഇല്ലേ, ബീച്ച് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ആ സ്ഥലങ്ങളിലോട്ടൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ ഇപ്പൊ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഈ മല കാണുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ദാനയുടെയൊക്കെ ആ സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. ദാന എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദാനയല്ലേ അത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ്. ഇത് കേന്ദ്രഭരണ പ്രദേശമല്ലേ അത്? ദമൻ അടിപൊളി നല്ല നല്ല പ്ലേസ് ആണ് ഇത്. ഈ മല കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോ ഇതിന്റെ മേളിൽ ട്രക്ക് ചെയ്ത് ഒരു പാവ ട്രെയിനകത്ത് ഇപ്പൊ ഇതിപ്പോ ഇത് നല്ല ചൂടുള്ള അവസ്ഥയാണ്. ഇപ്പൊ 39 ഇപ്പം ഇവിടെ ക്ലൈമറ്റ് കാണിക്കുന്നത്. ടെമ്പറേച്ചർ അത്രയുണ്ട്. അത്രയുണ്ടല്ലേ? അത്രയുണ്ട്. ട്രെയിനകത്തിരുന്നാൽ തന്നെ ചൂട് കാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ടൈമിൽ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സീൻ ഉണ്ടാവത്തില്ല തോന്നുന്നു അല്ലേ? ഈ കുഴപ്പമില്ല. ഇത് 39 ഡിഗ്രി. ഒരു രക്ഷയില്ല. അപ്പം നമ്മള് താനയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. ട്രിവാൻഡ്രത്തിൽ നിന്ന് ലോകമാന്യ തിലകത്തിലുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നിട്ടിപ്പം നമ്മൾ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അത് ആ ബസ്സിൽ കയറിയ ശേഷം നമ്മൾ നേരെ അതുവഴി നമ്മൾ ഡെസ്റ്റിനേഷനിൽ പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നിപ്പോ താനയിൽ നിന്ന് നമ്മളിപ്പോ വൈപ്പിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ റൂമിലോട്ട് പോകാൻ വേണ്ടിട്ട് പോവുകയാണ്. ഗൈസ് നമ്മളിപ്പോ മുംബൈയിലുള്ള റിസോർട്ടിലാണ് ഇപ്പൊ നിൽപ്പുണ്ടത്. ഇപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് നമ്മളെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ഗൈസ് ഇതിപ്പോ നമ്മുടെ റൂം എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു ബെഡ്റൂം എന്താ 2 ബെഡുണ്ട്. ഇത് എന്റെ ബെഡാണ്. ആരും എടുക്കരുത്, ഇത് എന്റെ ബെഡാണ്. നിങ്ങൾ നോക്കട്ടെ, എത്ര വന്നാലും കാണിക്കത്തില്ല. TV ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്ഥലങ്ങളും ഇവിടെ സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം സെറ്റാണ്. വാർഡ്രോബും കാര്യങ്ങളും വാഷ് ബേസിനും ടോയ്ലറ്റ് സംവിധാനം സെറ്റപ്പ് എല്ലാം സൂപ്പറാണ്. അപ്പൊ ഒക്കെ സെറ്റല്ലേ?